പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമാണ് CPM-ന് പുതിയ എറണാകുളം ജില്ലാ സെക്രട്ടറി കിട്ടിയത്. പുതിയൊരു തലമുറ മാറ്റമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു യുവമുഖം വരികയാണ് CPM-ന്, എറണാകുളം CPM-ന്. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായി ഹലോ മലയാളത്തിൽ തത്സമയത്തും എത്തുന്നത് മറ്റാരുമല്ല, CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായ എസ് സതീഷ് തന്നെയാണ്. ശ്രീ എസ് സതീഷ്, സ്വാഗതം, നമസ്കാരം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീ എസ് സതീഷ്, ആദ്യം തന്നെ ഈ അങ്ങയുടെ പേര് ആദ്യം ഉയർന്ന് കേൾക്കുന്നത് തന്നെ ഈ DYFIയുടെ സംസ്ഥാനതല പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് ആദ്യം വലിയ രീതിയിൽ സജീവമായി ഉയർന്ന് കേൾക്കുന്നതൊക്കെ. അതിന് പിന്നാലെയാണ് ഈ പുതിയ ഒരു സ്ഥാനം കൂടി, ഒരു പുതിയ പദവി കൂടി വരുന്നു. അത് എറണാകുളം പോലൊരു ജില്ലയുടെ സെക്രട്ടറി സ്ഥാനം. പണ്ടൊക്കെ വലിയ വിഭാഗീയതയൊക്കെ നിന്ന ഒരു ജില്ല. പുതിയ ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന ചുമതല വഹിക്കുക എന്നുള്ളത്. ഇവിടെ സൂചിപ്പിച്ച മാതിരി യുവജന സംഘടനാ രംഗത്തെ വലിയ അനുഭവമാണ് പ്രധാനമായും കൈമുതലായിട്ടുള്ളത്. DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ്, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എന്ന നില വരെ ഉള്ള ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ജില്ലയിലെ പാർട്ടിയെ മുമ്പോട്ട് നയിക്കുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ പാർട്ടി കൂട്ടായ നേതൃത്വമാണ്, കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പ് എന്നുള്ളത് വളരെ പരിണതപ്രജ്ഞരായ, നല്ല കാലത്തെ അനുഭവ സമ്പത്തുള്ളവരുണ്ട്, ഞങ്ങളെ പോലുള്ള പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. ഇവരെല്ലാവരും കൂടി ചേരുന്ന ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടിയെ നയിക്കുക എന്നുള്ളത്. ആ നിലയിൽ നല്ല രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മുടെ ജില്ലയുടെ കഴിഞ്ഞ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ പാർട്ടി ജില്ലാ സമ്മേളനം നിലവിലുള്ള പാർട്ടിയുടെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തിയിരുന്നു. അത് പൊതുവിൽ പാർട്ടി നല്ല ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാലയളവാണ് ഈ കാലയളവ്. ഞങ്ങളുടെ സംഘടനാപരമായ കരുത്ത് കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്താൻ ആവശ്യമായ എല്ലാ വിധത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളും ഇപ്പോൾ രൂപപ്പെട്ട ഒരു കാലം കൂടിയാണ് എന്നുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തെ എല്ലാം ഉപയോഗപ്പെടുത്തി ഫലപ്രദമായി നമ്മുടെ ജില്ലയിലെ പാർട്ടി കാഴ്ചപ്പാടനുസരിച്ചും നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമാവുന്ന വിധത്തിലും പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ സങ്കീർണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. RSS നയിക്കുന്ന BJPയുടെ ഭരണ നേതൃത്വമാണ് കയ്യിലുള്ളത്. രാജ്യത്തിൻ്റെ ഭരണകൂട സ്ഥാപനങ്ങളെ എല്ലാം ഉപയോഗപ്പെടുത്തി RSSൻ്റെ പ്രത്യയശാസ്ത്ര പ്രയോഗവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തന്നെ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശരിയായ സമീപനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം വളരെ അനിവാര്യമാണ്. മതനിരപേക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് നിന്നുകൊണ്ടുള്ള പോരാട്ടം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ RSSനെ പ്രതിരോധിക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യയിൽ RSS തനിച്ചല്ല, കോർപ്പറേറ്റ് പിന്തുണയോട് കൂടിയിട്ടാണ് ആ ഭരണം മുമ്പോട്ട് പോകുന്നത്. RSSൻ്റെയും കോർപ്പറേറ്റുകളുടെയും അച്ചുതണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ സമീപനത്തിനെതിരായിട്ടുള്ള, കോർപ്പറേറ്റ് കാഴ്ചപ്പാടിനെതിരായിട്ടുള്ള പോരാട്ടത്തെ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ സർവ്വതും ഇന്ന് BJP സർക്കാർ വൻകിട ശക്തികൾക്ക് തീറെഴുതി കൊടുക്കുന്ന ഒരു കാലമാണ് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഇരകളായിത്തീരുന്നവരാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനത. ആ ഇരകളാക്കപ്പെട്ട ജനതയെ ഐക്യപ്പെടുത്തിക്കൊണ്ട് അവരെ പോരാട്ട ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് RSSൻ്റെയും കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനും എതിരെയുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്തുക എന്ന കടമയാണ് ഇന്ത്യക്കകത്ത് CPM നിർവഹിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലും എറണാകുളത്തും ആ കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട് കൂടുതൽ തൊഴിലാളികളെ, കൃഷിക്കാരെ, സാമാന്യ ജനവിഭാഗത്തെ അണിനിരത്താനും ഈ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റത്തിന് സഹായകരമാവുന്ന നിലയിലേക്ക് രൂപപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ്. ശ്രീ എസ് സതീഷ്, വ്യക്തമാണ്. ഈ കണ്ണൂരിനും പറഞ്ഞ പോലെ തന്നെ കണ്ണൂരും വയനാടിനും ഒക്കെ പിന്നാലെയാണ് ഇപ്പോൾ എറണാകുളത്തേക്കും ഒരു യുവമുഖത്തെ പാർട്ടി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. വെല്ലുവിളികൾ ഒരുപാടുണ്ട്. ഇവയൊക്കെ ഇനി എങ്ങനെ പ്രതിരോധിക്കാനാണ് നിലവിലെ തീരുമാനം? യുവമുഖം എന്ന് പറയുന്നതിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക്. കാരണം ഞങ്ങളുടെ പാർട്ടി, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ, ചെറുപ്പക്കാരും മുതിർന്ന ആളുകളും എല്ലാവരും കൂടി ചേർന്നതാണ്. മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് കളക്റ്റീവ് ലീഡർഷിപ്പാണ്, കൂട്ടായ നേതൃത്വമാണ്. ഞങ്ങൾ ഏത് വിഷയവും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റും DC-യും എല്ലാം പൊതുവായി ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നിഗമനത്തിലും തീരുമാനത്തിലും എല്ലാം എത്തിച്ചേരുക.
അപ്പോൾ അതുകൊണ്ട് നേതൃത്വം കൂട്ടായ നേതൃത്വം എന്ന നിലയിലാണ് പ്രവർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രായം കൊണ്ട് കുറവ് എന്നതുകൊണ്ടായിരിക്കും യുവ നേതൃത്വം എന്ന് വിശേഷിപ്പിക്കുക. പക്ഷേ അതിനത്ര വലിയ പ്രസക്തിയില്ല എന്നാണ് ഞങ്ങളുടെ സംഘടനാ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് സൂചിപ്പിക്കാം. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ചെറുപ്പക്കാരുടെ നല്ല പങ്കാളിത്തം ഇപ്പോൾ ഉണ്ട്. എൻ്റെക്കാളും ജൂനിയറായ ആളുകൾ ഇപ്പോൾ ഇതിനകത്ത് DC-ക്കകത്ത് ഉണ്ട്. വളരെ സീനിയറായ ആളുകളുണ്ട്. അപ്പോൾ സീനിയറായ ആളുകളുടെ അനുഭവ സമ്പത്തും ജൂനിയറായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ പുതിയ കാലത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഭാവനാപൂർവമായ സമീപനവും ഇത് രണ്ടും ഒന്നിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ അത് കൂടുതൽ മെച്ചപ്പെട്ട സംഘടനയെ രൂപപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായും ശ്രീ എസ് സതീഷ്, നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സംസ്ഥാനം മറ്റൊരു തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു. സംസ്ഥാന സർക്കാർ ഭരണ തുടർച്ച എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന പോലെ വലതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മറ്റ് പ്രവർത്തന രീതികളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ തന്നെയാണോ പുതിയ നേതൃത്വത്തിൻ്റെ തീരുമാനം? തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മാത്രമായ ഒരു പ്രവർത്തനം എന്ന നിലയിലല്ല. ഞങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ടി തൊഴിലാളി വർഗ പാർട്ടി എന്ന നിലയിൽ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെയും കൃഷിക്കാരെയും സാമാന്യ ജനതയും സംഘടിപ്പിക്കാനും അണിനിരത്താനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയുള്ള നിരന്തരമായ സമര പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കകത്തും ഇടപെടുന്നു എന്നുള്ളതാണ്. എറണാകുളത്ത് ഇപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തീറെഴുതി കൊടുത്ത സ്ഥലമെന്നൊന്നും വിലയിരുത്തുന്നത് തെറ്റായ കാര്യമാണ്. ഇതിനു മുമ്പുള്ള പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ കോട്ടകൾ ഞങ്ങൾ തകർത്തിട്ടുണ്ട്, അവിടെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ആത്മവിശ്വാസം നൽകുന്ന ഇന്നലകളുടെ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജില്ലയ്ക്കകത്തും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള എറണാകുളം പാർട്ടി ജില്ലാ സമ്മേളനം ഈ ഇന്നത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ജില്ലയിലെ സ്ഥിതിവിശേഷങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പരിപാടികൾക്ക് ഒരു രൂപം ഞങ്ങൾ നൽകിയാണ് സമ്മേളനം പിരിഞ്ഞത്. അതിനകത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനാണ് ഞങ്ങൾ പരിശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുക, പാർട്ടി സംഘടനയെ കൂടുതൽ ജനകീയമായി ജനങ്ങളുമായിട്ടുള്ള അവരുടെ ദൈനംദിന ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ സമീപനം എടുക്കുക. അത്തരത്തിലുള്ള ഒരു തുടർ പ്രക്രിയ നടത്തുന്നതിലൂടെ നിങ്ങൾ ഈ സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലേക്ക് വികസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ പാർട്ടി സമ്മേളനം കണ്ട കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രായോഗിക തലത്തെ വികസിപ്പിക്കാനായിരിക്കും തുടർന്ന് ജില്ലാ കമ്മിറ്റി പരിശ്രമിക്കുക. ശ്രീ എസ് സതീഷ്, ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ മറ്റ് ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ജില്ലയെ സംബന്ധിച്ച് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രശ്നം, ഒരു വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ മുനമ്പം വിഷയമാണ്. പുതിയ നേതൃത്വമാണ്. ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടാനാണ് അങ്ങയുടെ തീരുമാനം? അല്ല, മുനമ്പം വിഷയത്തിനകത്ത് ഏറ്റവും ശരിയായ സമീപനം ഞങ്ങളുടെ പാർട്ടിയും നമ്മുടെ ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുണ്ട്. അത് ആദ്യഘട്ടങ്ങളിൽ തന്നെ മുതൽ ആ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇപ്പം നമുക്കറിയാം അവിടുത്തെ വൈപ്പിൻ MLA ആയിരുന്ന ഉണ്ണികൃഷ്ണൻ, ആ MLA ആണ് നിയമസഭയ്ക്കകത്ത് ഈ പ്രശ്നം റേസ് ചെയ്യുകയും ഇവരുടെ കരമടയ്ക്കുന്നതിനുള്ളിൽപ്പെടെയുള്ള ആവശ്യങ്ങളിൽ ഉന്നയിക്കുകയും അവിടെ ഗവൺമെൻറ് കര അടയ്ക്കാനുള്ള അനുവാദത്തിലേക്കും മറ്റും പോകുന്ന സാഹചര്യം ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അപ്പം മുനമ്പത്തെ പ്രശ്നത്തിൽ നമ്മൾ സുവ്യക്തമായി പറഞ്ഞ കാര്യം, ഒരു കാരണവശാലും അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അവർക്ക് അർഹതപ്പെട്ട ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി നേരത്തെ തന്നെ പാർട്ടിയും ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ കുറച്ച് നിയമപ്രശ്നമുണ്ട്. ആ നിയമപ്രശ്നം ഈ ചുരുങ്ങിയ കാലത്തിലുള്ള അളവിലുണ്ടായതല്ല, ഒരു നീണ്ട കാലത്തെ നിയമ വ്യവഹാരങ്ങളുടെയും നിയമങ്ങളുടെയുമായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് പാർട്ടിയും ഗവൺമെൻറ്റും കാണുന്നത് ശാശ്വതമായ നിയമപരിഹാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. എന്നാലാണ് അവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് അവരുടെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന നിലയുണ്ടാവും. അപ്പം അതിന് സഹായകരമാവുന്ന വിധത്തിലാണ് ഗവൺമെൻറ്റുകൾ സ്റ്റെപ്പ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് വളരെ ശക്തമായ നിലപാട് അതിൻ്റെ അകത്ത് സ്വീകരിച്ചു. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വന്നു കഴിയുമ്പോൾ അതിനെ കൂടി മുൻനിർത്തിക്കൊണ്ട് ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിക്കാനും പിന്നീട് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയാൽ ഈ പാവപ്പെട്ടവർക്ക് സഹായകരമാവുന്ന വിധത്തിലേക്ക് നമുക്ക് ശാശ്വതമായ ഒരു തീരുമാനത്തിലേക്ക് അത് എത്തിക്കാനും കഴിയുന്ന ഒരു നിലയുണ്ടാവും. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആദ്യം മുതൽ എല്ലാ ഘട്ടത്തിലും ആ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധമായ സമീപനം പുലർത്തുകയും ഏറ്റവും ശരിയായ സമീപനം ഉയർത്തിപ്പിടിക്കുകയാണ് CPM ചെയ്തത്, ഞങ്ങളുടെ ഗവൺമെൻറ്റും ചെയ്തത്. എന്നാൽ ഇതിനെ പുകമറ സൃഷ്ടിക്കാനുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് നിങ്ങളിവിടെ സൂചിപ്പിച്ചത് ശരിയാണ്. വലിയ CPM-നെ ആക്രമിക്കാൻ, ഗവൺമെൻറ്റിനെ ആക്രമിക്കാനൊക്കെയുള്ള
ഒരു ഉപാധിയായി ഇതിനെ കാണാനും അത് ഉപയോഗപ്പെടുത്താനുമുള്ള ശ്രമം എല്ലാം നടന്നിട്ടുണ്ട്. എന്നാൽ അത്തരം ദുഷ്ടലാക്കോടെ നടന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ നടന്ന നീക്കങ്ങളെല്ലാം ഇപ്പോൾ തകർന്ന് വീണിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് കാണുക. ബഹുമാനായ കേന്ദ്രമന്ത്രി തന്നെ ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒറിജിനൽ കാര്യങ്ങൾ, വസ്തുതാപരമായ കാര്യങ്ങൾ പറയേണ്ടി വന്നപ്പോൾ അതിൻ്റെ ആളുകൾക്ക് അതിൻ്റെ സമീപനം മനസ്സിലായി. BJP തെറ്റായി കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നതായിരുന്നു കാര്യങ്ങളെന്നും അത് ദുരുദ്ദേശപരമായിരുന്നു എന്നും ആ അന്തരീക്ഷത്തിനകത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ലക്ഷ്യം എന്നുള്ളത് അവിടെ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടെ മനസ്സിലാവുന്ന സ്ഥിതി ഉണ്ടാവും. ഇവിടെ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റും പാർട്ടിയും CPM-ഉം എടുത്ത LDF-ഉം എടുത്ത സമീപനം അവിടെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശാശ്വതമായി കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നേടിയെടുക്കാൻ ഞങ്ങൾ പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടെ അവരോടൊപ്പം നിൽക്കുമെന്ന്. ശ്രീ എസ് സതീഷ്, വ്യക്തമാണ് മുനമ്പം വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം വ്യക്തമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റ് കൊണ്ട് രൂപം കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറുപ്പത്തിന്റെ പ്രസരിപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? അല്ല, ഇപ്പോൾ നമുക്ക് വ്യത്യസ്തമായ പല പ്രവർത്തനങ്ങളും ഏറ്റെടുക്കേണ്ടതുണ്ട് നമ്മുടെ നാടിനകത്തുണ്ട്. ഇപ്പോൾ മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ പോലെയുള്ള ചെറുപ്പത്തെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു പോകുന്ന ചെറുപ്പമെന്ന് പറയുന്നവരെ ഉൾപ്പെടെ ഇന്നത്തെ ഇന്ത്യയുടെ അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താനും അവരെ രാഷ്ട്രീയ ചിന്താഗതികളിലേക്ക് കൊണ്ടുവരാനും ശരിയായ ഒരു സമീപനം സ്വീകരിക്കാനും കഴിയുക എന്നുള്ളതെല്ലാം ഇന്നത്തെ പരിസരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ പാർട്ടിയിലെ അകത്തുള്ള ചെറുപ്പവും മുതിർന്നവരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പരിശ്രമിക്കുക, ഈ പുതിയ കാലത്ത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും അതിന് ശരിയാൻ വണ്ണം ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ ചെറുപ്പത്തെ അണിനിരത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്താൻ പോകുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ എസ് സതീഷ്, നമുക്കൊപ്പം ചേർന്നതിന് ഹലോ മലയാളത്തിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു.